വീഡിയോസ് മാത്രം കണ്ടിട്ടാണ് ആളെ കാണുന്നത്. ഞാൻ പെട്ടെന്ന് കാണും ആള് ഫോൺ ചെയ്തിട്ട് വന്ന് ഞാൻ കുറച്ചു നേരം സ്റ്റക്ക്. എന്നെ നേരിട്ട് കാണുന്ന ഓരോ വ്യക്തിയും ഇന്ന് ഈ നിമിഷം വരെ എന്നെ ഒരു ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പറയാനോ ഒന്നും ഇന്ന് വരെ വന്നിട്ടില്ല. ഓടി വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, അങ്ങനെ വേണ്ട. ഈ പറഞ്ഞവർക്ക് അതാണ് ആവശ്യം. ഞങ്ങൾ റിയാക്ഷൻ ചെയ്യാം, പിന്നെ അവരോ പിന്നെ ഞങ്ങൾ റിയാക്ഷൻ ചെയ്യാം. അങ്ങനെ ഇപ്പൊ സുഖിക്കാണ്, ഞങ്ങൾ പറയുന്നില്ല. അതൊരു പ്രമോഷന്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. നമ്മൾ ചെയ്യണ ആൽബം അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു ഷോർട്ട് ഫിലിം വർക്കിന് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് അവർ വരിക. റൂമർ പോലെ കേട്ടിരുന്നു നിങ്ങൾ വിളിച്ചിട്ടാണ് വരണേന്ന്. അങ്ങനെ ഞങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പൊ ആയില്ലേ, 10-33 വയസ്സായില്ലയോ? പിന്നെ ഈ എയർപോർട്ട് ജോലിയൊന്നും നടക്കത്തില്ല. നെഗറ്റീവ് കേട്ടിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അത് കല്ലായി മാറി. നമ്മുടെ ഫിലിംസിലൊക്കെ കോള് വരുന്നുണ്ടോ? ഫിലിം ചെയ്യുന്നുണ്ട്. ദയാവധം എന്ന് പറയുന്ന മൂവി ചെയ്ത് പ്രതീക്ഷ ഉണ്ട്. അതില് നല്ലൊരു മൂവിയാണ്. ജിൻഡോ കോംബോ അല്ലടാ, നല്ലൊരു ക്യാരക്ടർ. ജിൻഡോ ഇല്ല ബിഗ് ബോസിലെ താരം. ജിൻഡോ ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണ്. അല്ലെ, ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണ് ആള്. നല്ലൊരു ഫ്രണ്ടാണ്. ആളുടെ ഫ്രണ്ടായിട്ടാണ് ഇവൻ ചെയ്യണത്. ഞാൻ അതിലൊരു ക്യാരക്ടറാണ്. ഡയറക്ടേഴ്സ് മഹേൻകർ കേച്ചേരി, സുഭാഷ് ശിവ സാർ. പിന്നെ ഞാൻ ചെയ്ത ചേഞ്ച് എന്ന് പറയുന്നൊരു മൂവി നിതീഷ് കെ നായർ സാറിന്റെ. അപ്പൊ അത് മെയിൻ റോൾ ഒന്നും അല്ലടാ, നല്ലൊരു ക്യാരക്ടർ വേഷം. അത് കഴിഞ്ഞ അടുത്ത പടത്തിലേക്ക് അവർ ചർച്ചയുണ്ട്. അപ്പം പ്രതീക്ഷും ഓക്കെ ആണെന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചു സാറിനെ. നല്ലൊരു ഡയറക്ടറാണ്, അപ്പം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ ചെയ്ത നിശ്ചയം എന്ന് പറഞ്ഞ രഞ്ജിത്ത് സിയ സാറിന്റെ നിശ്ചയം എന്ന് പറയുന്നൊരു മൂവി. അപ്പം അതിലും ഒരു ചെറിയ ക്യാരക്ടർ തന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു മൂവി ചെയ്തിട്ടേക്കുന്നുണ്ട്, അത് പൂർത്തീകരിച്ചിട്ടില്ല. ഒരു ചെറിയ മൂവി കരയൻ എന്ന് പറയുന്നൊരു മൂവി. പിന്നെ ഇനിയിപ്പോൾ ഓക്കെ ആയി പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ പിന്നെ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ മുന്നോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആൽബംസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൽബത്തിൽ അഭിനയിക്കാനും ആൽബത്തിലൂടെ ആ പാട്ട് കാണാനും. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് കടം വരും. അപ്പൊ മറ്റേ ചെമ്പകം ആ പാട്ടില്ലേ, പിന്നെ അന്നിന്റെ സുന്ദരി. ഞാനിത് എപ്പോഴും പറയും കേട്ടോ. ഞാൻ ഇപ്പൊ മോള് പാടിയോണ്ടാണ് സുന്ദരിയൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ 1990 ആ കിഡ്സ് ആണ്. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര പ്രണയമാണ് ഈ പാട്ടിനോട്. ഇപ്പം സത്യം പറഞ്ഞാൽ ആ കരിമിഴി കണ്ണാലെ അതുപോലെ ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനും ഓർക്കുമായിരുന്നു. കുറെ നാളൊക്കെ കഴിയുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഓർക്കാനും അല്ലെങ്കിൽ ഈ ജനറേഷൻ സത്യമായിട്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഭാഗ്യം. അതെ അതെ ആണല്ലേ. അതുപോലെ എനിക്ക് വേറൊരു ഭാഗ്യം വന്നത് തൻസീർ കൂത്തുപറമ്പിനെയൊക്കെ നമ്മൾ എന്താ പറയാ ആൽബത്തിലൂടെയൊക്കെ ഞാനൊക്കെ ഒരുപാട് ക്രഷ് അടിച്ച ആളാണ് തൻസീർ. എൻ്റെ 2 വയസ്സിന് ഇളയതാണ് കേട്ടോ. എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ അങ്ങനെ എന്നെ വിളിക്കത്തുള്ളൂ. ഭയങ്കര സ്നേഹം. അപ്പൊ ആളെയൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ട് ആരാധിച്ചാണ്. അവരുടെയൊക്കെ ഒരു വർക്ക് ചെയ്യുക, അവരോടൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ. ഇവനും അതുപോലെ ഇവനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തൻസീറെ ഭയങ്കര സന്തോഷം. അവരുടെ വർക്കും ഇപ്പൊ എല്ലാരും കാണണം കേട്ടോ. കാണാത്തവര് കാണണം. പ്രമോഷനും കൂടെ 24 മണിക്കൂറിനുള്ള 70,000-ന് മുകളിൽ വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. 24 മണിക്കൂർ ആയില്ലല്ലോ അതിനുള്ളില് അപ്പൊ നല്ല വ്യൂ ആണ്. അതായത് വെള്ളാമ്പൽ പൂവാണ്. അതില് വെറൈറ്റി ഒരു വേഷമൊക്കെയാണ്. അത് ന്യൂസും വന്ന് അയ്യോ അതും കൂടി ഇനി വരണ്ടുള്ളൂ. എല്ലാം തികഞ്ഞു. ഇതൊക്കെ പിള്ളേര് കാണുമ്പോ എന്താ അവർക്ക് അവരെന്താ കാണാൻ, അവരൊന്നും ചെയ്യത്തില്ല, ഒരു മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. വാട്ട് ഇൻ മൈ ബാഗ്. ചേച്ചിയുടെ ബാഗിലുള്ള രഹസ്യം എന്താണ്? എന്റെ ദൈവമേ, അടുത്ത കണ്ടന്റ്. ഈ പേട്ട് ലിപ്സ്റ്റിക് ആണ് ഇത് ഗൈസ്. ബ്ലൂ ഹെവൻ. അയ്യോ ഇതെന്റെതാ. ഇത് മറ്റേ കൃപാസനത്തിന്റെ ഒരു ചേച്ചി എനിക്ക് തരാൻ വേണ്ടിട്ട് വേറൊരു ചേച്ചിയുടെ കൊടുത്തു വിട്ടത്. എവിടെ വെച്ചാണ് ന്യൂസ് കൃപാസനം? അത് എവിടെ വെച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല. രേണുവിനെ കാണുമ്പോ തരണോന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ്. അത് ഞാൻ നേരത്തെ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ഇത് കൊറേ പോട്ട് അയ്യേ എന്തുവാടേ. ഇതൊരു മാല, മറ്റേ ഷാപ്പിലെ പ്രണയത്തില് അവര് വാങ്ങിച്ചു തന്നൊരു മാല. പിന്നെന്തോ ഇതൊരു പേട്ട് ചാർജർ. പിന്നെന്തോ ഇത് മറ്റേ അത് ചുമ്മാ ഇങ്ങനൊക്കെ വെച്ചിട്ട്. എനിക്ക് പെർഫ്യൂം ഒന്നും ഇവിടെ പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനോട്, ഈ വക സുഗന്ധമുള്ള സാധനങ്ങളോടും ഒക്കെ.
ചേച്ചിക്ക് ആ വേട് പറയുമ്പോ പേടിയാണ്. ഇത് 2 ലിപ്സ്റ്റിക്. ഇതെന്തുവാ? ഇതേണ്ടേ ഓക്കെ, രണ്ട് ഇതൊക്കെ തീർന്ന ലിപ്സ്റ്റിക്കുകളാണ്. ഈശോ ഇതെന്തുവാ? ഇത് മറ്റേ ഒരു ഇലയ പാണലെന്ന് പറയും. നമുക്ക് ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഇലയുണ്ട്. ഇതൊക്കെ അറിയില്ല. അത് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാം? അറിയില്ല. പറയുന്ന കേൾക്കൂ. കുഞ്ഞു പിള്ളേർക്കും അല്ലാതെ ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ ആർട്ടിസ്റ്റുകളൊക്കെ മിക്കവരും നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴത്തേന് പാണൽ എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്. അത് നമ്മുടെ സാരിയിലോ അല്ലെങ്കിൽ ഡ്രസ്സ് നന്നായിട്ട് ഒരുങ്ങി പോകുമ്പോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണേക്ക് എനിക്ക് 3 അപകടം ഉണ്ടായപ്പോ നോക്കിച്ചപ്പോ കണ്ണാന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേരോട് എല്ലാതൊക്കെ പറഞ്ഞാൽ വേറെയാവും. ഇത് കഞ്ചാവല്ല. ഇത് നോക്കൂ, ഇത് കഞ്ചാവല്ല, ഇത് അരൂതയെന്ന് പറയും. ഇത് അരൂതയെന്ന് പറയും. നോക്കൂ, ഇത് അങ്ങാടി കടയിൽ നിന്ന് മേടിച്ച അരൂത. ഗൈസ് ഇത് കഞ്ചാവല്ല ഗൈസ്, ഇത് അരൂത. നീ ഇങ്ങോട്ട് നടത്തു നോക്കൂ. ഇതാണ് ഞാൻ പറയുന്നത്. നീ ഇത് നോക്കി. പല ആൾക്കാരുടെയും ബാഗ് കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും ബാഗിന്റെ ഉള്ളിൽ എന്തായാലും കഞ്ചാവ് പബ്ലിക് ആക്കി ഞാൻ ആലോചിക്കുന്നതാണ്. ഇത് മണത്തിട്ടാണ് ഗൈസ്, ഞാൻ കഞ്ചാവൊന്നും അല്ല. ഇത് മറ്റേ ഞാനത് പറഞ്ഞോട്ടെ. ഇത് മറ്റേ അരൂത എന്ന് പറയും. ഈ സാധനം കമ്പൊക്കെ ഇത് കണ്ടോ, ഇത് കഞ്ചാവൊന്നും അല്ല, അരൂത എന്ന് പറയും. ഇതും കണ്ണ് കിട്ടാതിരിക്കാൻ ഇടിക്കുന്നല്ല പഠിച്ച്. ഇത് ഇടിക്കുന്നല്ല കൊണ്ടുവന്ന്. ഇടിക്കത്തില്ലടാ, ഇത് ചുമ്മാ ഇടുക്കിയില് എന്തോന്ന് ഈ സാധനം. ഇത് ഞങ്ങളുടെ അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചതാണ്. ഞങ്ങൾ തെങ്ങണായിൽ എന്റെ പപ്പയും അമ്മയും പോയിട്ട് മേടിച്ചിട്ട് വന്നാണ് കണ്ണ് കിട്ടാതിരിക്കാൻ. പോകണം അപ്പ ഏതേച്ച്. നിങ്ങൾ വേണമെങ്കിൽ എക്സസൈസുകാർ വന്നിരുന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഇതൊരു തീർന്ന മറ്റേ സാഹചര്യ കുപ്പി. ആ വേട് ഞാൻ പറയുന്നില്ല. അത് വേറെ ഇത് മറ്റൊരു ലിപ് ബാം. 15 രൂപയുടെ 20 രൂപയുടെ സാധനം. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടോ എന്റെ ബാഗിനകത്ത സാധനങ്ങൾ. തീർന്നു മതിയില്ലേ? ഇതെല്ലാം ഇതൊക്കെ പൊട്ടാണ്. ഇത് കൂടുതൽ ഇലയാണ്. ഇത് മറ്റേ ടിഷ്യൂ. അതിനെ പെട്ടെന്ന് എടുക്കാം. ഇത് ഇങ്ങനെ മുടി പറക്കാതിരിക്കാൻ കെട്ടുന്ന ബാൻഡ് ബണ്ണ്. ഇത് എന്റെ പേട്ട് ഹെഡ്സെറ്റ്. ഇത് മറ്റേ ഇത് ഇതെല്ലാം തീർന്നു കേട്ടോ. ഗൈസ് ഇത് തീർന്നു ഗൈസ്. അതെ, പിന്നെ പെട്ടെന്ന് കാണിക്കാം. ഇത് ഇത് തലക്കകത്ത് വേദനയായിരുന്നു ഇന്നലെ എനിക്ക്. പനി ഭയങ്കര തലക്കകത്ത് ഡോളോ ഗുളിക ഡോളോ ഭയങ്കര തലക്കകത്ത് വേദനയായിരുന്നു. പനിയായിരുന്നു. അത് ഒറ്റ ടാബ്ലറ്റിലൂടെ അത് മാറി. ഇനി പിന്നെ പേട്ട് എന്തുവാ ഇങ്ങനെ ഒക്കുന്ന സാധനത്തിൽ ഒടിഞ്ഞു പോയി. അയ്യോ ഇതാണ്. കൈ മുറിഞ്ഞു. ഇത് ഇന്ന് മൈക്രോബ്ലേഡിങ് ചെയ്തായിരുന്നു. അതിന്റെ സോപ്പ് അവര് തന്നാണ്. 6 hour കഴിഞ്ഞിട്ട് കഴുകണമെന്ന്. മൈക്രോബ്ലേഡിങ് ചെയ്തത് നമ്മുടെ റൂമ പെർമനന്റ് കോസ്മെറ്റിക്കിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം റൂമ മാം ആണ് നമ്മളെ ഇത് ഓക്കെ ആക്കി തന്നെ. എന്റെ സുന്ദരിയാക്കാൻ ഏറ്റവും മൈക്രോബ്ലേഡിങ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം. അതിന്റെ സോപ്പ് ഒത്തിരി താങ്ക്സ് കേട്ടോ റൂമ മാം. അതുപോലെ അതിന്റെ സോപ്പ്, സോറി ഒരു സാധനം കൂടെ ഉണ്ടല്ലോ. അതിന്റെ സോപ്പ്, പിന്നെ ബഡ്സ്, പിന്നെ വാസലിൻ ഒരു ബഡ്സ്, ഇതേ ഹെഡ്സെറ്റിന്റെ. ചേച്ചി ഒരു ചെടി തന്നെ പറിച്ചിട്ടേക്കാണോ? ആണ്ടതേ ഒരു മൂക്കൂത്തി. കാരണം എന്താ വെച്ചാൽ ഈ മൂക്കൂത്തിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ ഇത്രയും മൂക്കൂത്തി ഇടുമ്പോ ഇവൻ പറയും, ചേച്ചി എന്റെ കൂടെ അല്ല അഭിനയിക്കുന്നത്, ചേച്ചി ഇങ്ങനെ വളയത്തിലെ മൂക്കൂത്തി ഇട്ടാൽ മതി. എന്റെ കൂടെ അഭിനയിക്കണ ചേച്ചി വളയം ഇട്ടാൽ മതി. ചേച്ചിക്ക് അതാ ചേരുന്നത്. അപ്പം ഇവന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്ന വളയം മൂക്കൂത്തി. സത്യം പറ. പിന്നെ അതേ ഒരു കുഞ്ഞു മുക്കുത്തി, ചന്ദ്രനും മറ്റേ ഇതും ഉള്ള. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇത്ര പേട്ട് സാധനങ്ങളാണ് ഗൈസ് എന്റെ ബാഗിൽ. കുറെ സാധനങ്ങൾ. ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ലേ, അത് എന്തിന്റെ അവാർഡായിരുന്നു? കരിമിഴി കണ്ണാലെ എന്ന് പറയുന്ന ആൽബത്തിലൂടെ മികച്ച താരജോഡികളായിട്ട് എന്നെയും പ്രതീഷിനെയും തെരഞ്ഞെടുത്തത് ഗുരുപ്രിയ TV ആണ്. അപ്പൊ അവർക്ക് ഒരുപാട് താങ്ക്സ്. പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക്സ്. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അതെ, ഫംഗ്ഷൻ 10-ാം തീയതിയാണ്, 4 മണിക്കാണ്. ഞങ്ങളത് ഓൾറെഡി ഞങ്ങളുടെ പേജിലൂടെ പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് വേണ്ടി 2 വരി പാടും ആദ്യത്തെ. ചെമ്പകം പൂക്കണ പൂങ്കാറ്റിൽ ചന്ദ്രികം ചാത്തിയ ചന്ദ്രിക തെറ്റിപ്പോവാ ആടിയോലഞ്ഞു നിൻ കാർക്കൂന്തൽ കാണാൻ എന്തൊരു ചേലാടി അന്നു നീ എൻ കാതിൽ പറഞ്ഞത് നിന്റെ ഉള്ളിലെ തേൻമഴയാ വന്നിടുമോ എന്നരകിൽ നിന്നെ വാരിപ്പുണരുവാൻ മോഹമാടി കുന്നിക്കുരു കണ്ണാൽ എന്നെ നോക്കിയിരുന്നവളാ ചെമ്പവിഴച്ചുണ്ടാൽ ചെറുപുഞ്ചിരി തന്നവളാ കുന്നിക്കുരു കണ്ണാൽ എന്നെ നോക്കിയിരുന്നവളാ ചെമ്പവിഴച്ചുണ്ടാൽ ചെറുപുഞ്ചിരി തന്നവളാ കാണാൻ അഴകുള്ള പെണ്ണാണേ കണ്ടുകൊതിച്ചില്ലേ നിന്നെ ഞാൻ കൊഞ്ചിക്കുഴയണ നേരത്തും കണ്ണുകൾ എന്തൊരഴകാണ് കുപ്പിവേളെ ചാന്തും നിനക്ക് വാങ്ങിച്ചു തന്നില്ലേ അന്നാളിൽ കുന്നോളം സ്നേഹിച്ചു നമ്മൾ ഏറെ കൊതിച്ചു നടന്നവരായി. റീസെന്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങൾ തമ്മിൽ തല്ലി പിരിഞ്ഞു എന്ന്. അതെന്താ റിയൽ? ശരിക്കും അങ്ങനെ പിരിഞ്ഞിരുന്നോ? ഇല്ലില്ല, അങ്ങനെ ഞങ്ങൾ ഇരിക്കില്ലല്ലോ. ഇല്ല, അങ്ങനെ പിരിഞ്ഞു. അത് ജസ്റ്റ് ഒരു ആ വേര് എന്നുള്ള വെബ് സീരീസിന്റെ ഒരു പാർട്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അത് മീഡിയക്കാർ ആ വിഷ്വൽ എടുത്തു. പക്ഷെ അതിൽ ഞാനും ചേച്ചിയും കുറച്ച് ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് സമയം ഞാനും മീഡിയക്കാരനായിട്ടാണ് അതിൽ എന്റെ റോള്. അപ്പൊ അതിന്റെ ബേസ് ആയിട്ട് ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചാറ പോലെ സംസാരം ഉണ്ടായിരുന്നു. അത് വിഷ്വല് പോയപ്പോ ഭയങ്കരമായിട്ട് കാരണം ആൾക്കാർക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ബോണ്ടിൽ പോയതുകൊണ്ട് അടിച്ചു പിരി ആ ഒരു ബേസാണ് എല്ലാവർക്കും. അപ്പൊ അത് പെട്ടെന്ന് ആ സീന് കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും സന്തോഷം, ഈ നെഗറ്റീവ് ഇടുന്നവർക്കാണെങ്കിലും കുശുമ്പോളികൾ എന്ന് പറയാം. നിങ്ങളെ കുശുമ്പോളികൾ എന്ന് പറയും. പുതിയ കുശുമ്പോളികൾ. ഓക്കെ, പുതിയ വാക്കാണ്. അപ്പൊ അങ്ങനെ ജസ്റ്റ് വന്നേ ബാക്കി അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല. അവര് നല്ല ടേംസിലാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല. നമ്മളിപ്പോ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു പസിൽ ഗെയിം ആണ്. 1, 2 2 കാറ്റഗറി ആക്കാം. 1-ന് അത്ര ഈസി ആയിരിക്കും ഗെയിം, ഒന്നും വലിയ പണിയൊന്നുമില്ല. 2-നാണ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നെ ചെയ്യണം 1 ആണോ 2 ആണോ? ഓക്കെ, 1, 2. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ. പസിൽ നമ്മൾ എടുത്തിട്ട് 2-ന് കൈമാറിയിട്ട് 2 അത് സെറ്റ് ആക്കണം. പക്ഷെ അതിലൊരു ഇതുണ്ട്, വിത്തൗട്ട് യൂസ് ലെഗ്സ് ആൻഡ് ഹാൻഡ്. പിന്നെ ഇതുകൊണ്ടാ യൂസ് മൗത്ത്.